ഇവിടെ എല്ലാവരും പറയാറുണ്ട് കോളേജുകളിൽ അരാജകത്വം ഉണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ചുമതല വഹിച്ച് പ്രവർത്തിച്ചൊരു കാലത്ത് എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ശക്തമായൊരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് ഈ റാഗിങ് നിർത്തിക്കൂടെയാണ്. അപ്പം ഞാനന്ന് ഇതിൻ്റെ സാധ്യതകളൊക്കെ നോക്കാൻ വേണ്ടി നിലവിലുള്ള ആൻറ്റി റാഗിങ് റെഗുലേഷൻ നോക്കുകയുണ്ടായി. നല്ല നിയമം, അസ്ഥിര നിയമമാണ്. ഏതെല്ലാം ഒരു ലൂപ്പ് ഹോളും ഇല്ലാതെ നന്നായി കൊണ്ടുവന്ന ഒരു നിയമമാണ് നിലവിലുള്ള നിയമം. എന്നിട്ടും എന്തുകൊണ്ടാണ് ലംഘിക്കുന്നത്? അവിടെയാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന കോൺഫറൻസിലെ സന്ദേശത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഇത്തരം ഒരു സമീപനത്തിൽ നിന്നുകൊണ്ട് എന്ത് നിയമം നിങ്ങൾ ഉണ്ടാക്കിയാലും തടയാൻ ഒക്കില്ല. അന്തരാത്മാവിൻ്റെ പ്രചോദനം കൂടാതെ ഒരു തെറ്റിൽ നിന്നും മോചിതനായി നിൽക്കാൻ ഒക്കില്ല. നിയമത്തിന് എന്തെല്ലാം വഴികളുണ്ട്, നിയമത്തിൻ്റെ കണ്ണ് വെട്ടിക്കാൻ എന്തെല്ലാം വഴികളുണ്ട്. പക്ഷേ ആരുടെ മുമ്പിൽ കണ്ണ് കെട്ടിക്കാൻ കഴിയാത്ത സംഗതി അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ഒരു വിദ്യയും പറ്റില്ല, റെക്കമെൻഡേഷൻ പറ്റില്ല, മറ്റ് ശുപാർശക്കാർ പറ്റില്ല. അത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ഗൗരവതരമായ ചില ചിന്തകൾ വേണം. അതിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന പോലെയല്ല, നിങ്ങൾ ക്യാമ്പസിനകത്തുള്ള കുട്ടികളാണ്, നിങ്ങൾക്കേ പറ്റൂ. പരിവർത്തനത്തിൻ്റെ ചാലകശക്തികളാകാൻ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ.